ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് സ്തംഭങ്ങളുണ്ട്. എന്താണത്? നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്താണത് ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് സ്തംഭങ്ങൾ? എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് തൂണുകളുണ്ട്. ആ രണ്ടും അംഗീകരിക്കുമ്പോഴാണ് നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ശരിയാകുന്നത്. ഏതാണത്? ഇസ്ബാത്ത് നഫി. അഹ്സൻത് അല്ലേ? ലാ ഇലാഹ എന്ന് പറയുന്നത് ആദ്യം നഫിയാണ്. ഒരു ഇലാഹുമില്ല, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒന്നും തന്നെ ഇല്ല. ഭൂമി ലോകത്തോ വാനലോകത്തോ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒന്നും തന്നെ ഇല്ല ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അവിടെ ഇസ്ബാത്ത് ചെയ്യാൻ, അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ എന്ന് പറയാൻ. അത് അള്ളാഹു ഇലാഹുൻ എന്ന് പറയുന്നതിനേക്കാളും ശക്തിയുള്ള വാക്കാണ്. അല്ലെങ്കിൽ അള്ളാഹു ഇലാഹുൻ എന്ന് മാത്രം ഒരാൾ പറഞ്ഞത് കൊണ്ട്, അംഗീകരിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ പറയണം. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാൾ പറയാണ്, ഇവിടെ ഒരുപാട് ആരാധ്യന്മാരുണ്ട്, അതുപോലെ അള്ളാഹു ഇലാഹു, അള്ളാഹു ഒരു ആരാധ്യനാണ്, ഞാൻ അള്ളാഹുവിനെ എതിർക്കുന്നില്ല. ഇത് പല മുശ്രിക്കുകളും അംഗീകരിക്കാൻ തയ്യാറുള്ള കാര്യമാണ്. അവരിൽ പലരും അത് അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 33 കോടിയോ എത്രയോ ഉണ്ട്, അത്രയും ദൈവങ്ങളുണ്ട്, പുണ്യപുരുഷന്മാരുണ്ട്, അവരെല്ലാം ഞങ്ങൾ ആരാധിക്കുന്നു. അതോടൊപ്പം ഒരു അള്ളാഹുവിനെയും ഒരു മുഹമ്മദിനെയും ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കുന്നതിൽ അവർ വിചാരിച്ച് മുഹമ്മദിനെ ഇസ്ലാമിൽ ആരാധിക്കുന്നുണ്ട് എന്നാണ്. അതിന് കൂട്ടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് പ്രശ്നം നിങ്ങളാണ്, നിങ്ങൾക്ക് ആരെയും പറ്റൂല എന്നാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ആ ഒരു കാര്യം മാത്രമുള്ള കാര്യം തന്നെയാണ് മുശ്രിക്കുകൾക്ക് എല്ലാ കാലത്തും പ്രശ്നം. അള്ളാഹ് മാത്രം എന്ന് പറയുന്നത് അതാണ് പ്രശ്നം. എല്ലാവരെയും ആയിക്കോട്ടെ, എല്ലാവരെയും നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറയണം. ദീൻ ഇസ്ലാം അള്ളാഹു ഇലാഹുൻ, അള്ളാഹും ഒരു ആരാധ്യനാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇലാഹുകളോടൊപ്പം അള്ളാഹുവിനെയും കൂടെ കൂട്ടലല്ല. മറിച്ച് ആദ്യം തന്നെ പറയുന്നത് ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ആരും തന്നെ ഇല്ല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ എന്നാണ്. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രധാനപ്പെട്ട രണ്ട് റുക്കുന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് റുക്കുന് നഫിയും ഇസ്ബാത്തും.